കോഴിക്കോട് കൊയിലാണ്ടിയിൽ 62-കാരി ഷോക്കേറ്റ് മരിച്ചു. കുറുവങ്ങോട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്? വൈദ്യുതി ലൈൻ പൊട്ടി വീണത് നേരത്തെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നോ? വിവരങ്ങൾ. ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഫാത്തിമയുടെ വീടിനോട് ചേർന്ന് മറ്റൊരു വൈദ്യുതി ലൈൻ കമ്പി പോകുന്നുണ്ടായിരുന്നു. ഈ വൈദ്യുതി ലൈൻ കമ്പി ആദ്യം പൊട്ടി വീഴുകയും ഇതിനോട് ചേർന്ന് മറ്റൊരു മരക്കൊമ്പ് ഈ വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്ക് വീഴുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മരക്കൊമ്പ് ഫാത്തിമയുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ഈ മരക്കൊമ്പ് വീണ് കിടക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ശബ്ദം കേട്ടാണ് ഫാത്തിമ വീടിന് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതും പിന്നീട് ഈ മരം ഈ മരം എടുത്തു മാറ്റുന്നതിനിടെയോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കമ്പുകളിൽ ചവിട്ടിയോ ആയിരിക്കാം ഒരുപക്ഷെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് കുടുംബവും വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് ഫാത്തിമയെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ മരണവും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. ഈ ഫാത്തിമയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അയൽവാസികളെല്ലാം തന്നെ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾ ഈ ഫാത്തിമയുടെ മൃതദേഹവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിക്കും. കാത്തു. ശരി, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് 62-കാരി ഷോക്കേറ്റ് മരിച്ചത്. കുറുവങ്ങോട് സ്വദേശിയായ ഫാത്തിമയാണ് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം സംസ്കരിക്കും. അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.